ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നീ എന്തിനാ എന്റെ മുറിക്കകത്ത് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നതെന്ന്? ഇനി ഞാൻ അധികം സംസാരിച്ച സമയം കളയണ്ടല്ലോ അല്ലേ? എന്തൊക്കെ ന്യായങ്ങളായിരുന്നു നിങ്ങളുടേത്. ഞാൻ തന്ത്രം മെനഞ്ഞ് ഈശ്വരമംഗലത്തേക്ക് ശിവാനിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അധികാരം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ. നിങ്ങൾക്ക് നാണമില്ലേ? എല്ലാം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് തലയിൽ മുണ്ടിട്ട് ശിവാനിയെ കാണാൻ പോവാൻ. ശിവാനി പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോ നിങ്ങളുടെ മുഖത്തുണ്ടായ പതർച്ച ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചതാ. ഊഹം തെറ്റിയില്ല. നിങ്ങൾ കൃത്യമായി ശിവാനിയുടെ അരികിലേക്ക് തന്നെ എത്തി. ഒരു തെളിവ് കയ്യിലില്ലാതെ ഞാനൊരു ആരോപണം ഉന്നയിച്ചാൽ അത് വളച്ചൊടിച്ച് എനിക്കെതിരെ തന്നെ തിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ നിഖിലിനെ കൊണ്ട് ആ വീഡിയോ ഞാൻ എടുപ്പിച്ചത്. ഡോക്ടർക്ക് പണം കൊടുത്ത് സ്വാധീനിച്ച് ശിവാനി വിഷം കഴിച്ചത് തന്നെയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഒരു സ്ത്രീയാണെന്ന് അറ്റൻഡർ പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു അത് നിങ്ങളായിരിക്കുമെന്ന്. ശിവാനിയെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ അതവൾ നന്നായി എന്നും മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയെന്നും കരുതിയിട്ട് മാത്രമാണ്. പക്ഷെ നിങ്ങൾ ചെയ്തതോ? ഒരിക്കലും അവൾ തിരുത്തപ്പെടില്ലെന്ന് ഉറച്ച തീരുമാനത്തോടെ അവൾക്ക് ബുദ്ധി ഉപദേശിച്ചു. സൂയിസൈഡ് നാടകം കളിപ്പിച്ചു. ഓരോരോ സംഭവങ്ങളും നിങ്ങളോടുള്ള പുച്ഛം എന്നിൽ ഇരട്ടിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ തിരിച്ചുവരവ് നിങ്ങൾ ഗംഭീരമാക്കുന്നുണ്ട്. അമ്മയോട് നട്ടാക്കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊടുത്ത് എന്നെ ശത്രുവാക്കാൻ ശ്രമിക്കുക. ഈ വീട്ടിലെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി ആ CKCക്ക് ചോർത്തിക്കൊടുക്കുക. ശിവാനിയെ പഴയതിലും ഫ്രോഡാക്കി മാറ്റി ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാൻ നോക്കുക. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ കലാപരിപാടികൾ? ഒന്നും വെറുതെ പറയുന്നതല്ല വസുന്ധര മാഡം. സംസാരിക്കുന്ന തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ. പല ആവർത്തി നിങ്ങൾക്ക് ഞാൻ താക്കീത് തന്നതാ. എല്ലാം ഗൗതം അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറത്തു കളയും. ആ ഒരു ശാപം എന്റെ ഗൗതമിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിശബ്ദയാവുന്നത്. വന്നു കയറിയ മരുമകൾ ഒരു വീടിന്റെ നാഥയായി നിന്നവളെ പടിയിറക്കി വിട്ടു എന്നുള്ള പേരുദോഷം വേണ്ട എന്ന് കരുതി മാത്രമാണ് ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചത്. പക്ഷെ ഇനി ഞാനതങ്ങ് മറക്കും. എന്ത് പേരുദോഷം കേൾക്കേണ്ടി വന്നാലും ശരി, നിങ്ങൾക്കെതിരെ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാനങ്ങ് ചെയ്യും. ചെയ്യിക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് മാഡം. ഓർത്തോ?